വരുമ്പോഴേ, അന്ത്യനാള് വരുമ്പോ ഹദീസിന് വായിച്ചു കേട്ടാൽ തന്നെ ചിലർക്ക് അലർജിയ. ഹദീസോ ഒരു പുച്ഛം, ഒരു ഹദീസിന് കേട്ടാൽ അത് അവന് യോജിച്ചില്ല. അപ്പൊ അതുകൊണ്ട് അതിനോട് അവന് താല്പര്യമില്ല. ഓരോ ന്യായങ്ങൾ പറഞ്ഞിട്ട് അവനവന്റെ ഇഷ്ടത്തിനൊപ്പിച്ച് ഖുർആനിനെ വ്യാഖ്യാനിക്കാൻ കഴിയണമെങ്കിൽ ഹദീസ് തള്ളണം. അത് ഈ കക്ഷികൾക്കൊക്കെ അറിയാം. ഖുർആനിനെ ഓരോരുത്തർക്കും ഇങ്ങനെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അർത്ഥം വെച്ച് വ്യാഖ്യാനിച്ച് ഒപ്പിക്കണമെങ്കിൽ ഹദീസ് തള്ളണം എന്ന് ശത്രുക്കൾക്ക് അറിയാം. അതുകൊണ്ട് അവർ കണ്ടുപിടിച്ച സൂത്രമാണെന്ത്? ഹദീസ് തന്നെയാണ് വേണ്ടെന്ന് പറയാം, ഹദീസ് തന്നെയാണ് തള്ളുക. ഒരു ആയത്തിന് വിശദീകരണം അവർ സ്വന്തം വകയായിട്ട് ഇങ്ങനെ വിളിച്ചു പറയാ. അപ്പൊ നമ്മൾ പറയാണ്, നിങ്ങളാ പറയുന്ന വ്യാഖ്യാനം കള്ള വ്യാഖ്യാനമാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെതിരാണെന്ന് പറഞ്ഞാൽ ആ കക്ഷികൾ പറയും, എന്ത് അതൊക്കെ നുണയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഇങ്ങനത്തെ ഒരു കാലഘട്ടം വരും. ഇത് അന്ത്യനാളിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അത് ലോകത്ത്